ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത് ക്വാറി മാഫിയയും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടാണെന്ന് ലെൻസ്ഫെഡ്. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുമെന്ന സർക്കാർ വാഗ്ദാനമായി അവശേഷിക്കുകയാണെന്നും ലെൻസ്ഫെഡ് PRO OM മനോജ് ആരോപിച്ചു. അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം, ഭൂമി തരം മാറ്റൽ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. 10 വർഷത്തേക്ക് ആവശ്യമായ പുഴമണൽ ലഭ്യമാണെങ്കിലും പുഴയിൽ നിന്ന് മണലെടുക്കാതിരിക്കുകയാണ്. നിർമ്മാണ മേഖല പ്രതിസന്ധിയിലാവുന്നതോടെ 160ഓളം അനുബന്ധ മേഖലകളാണ് തകരുന്നതെന്നും മനോജ് പറഞ്ഞു. ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ ബലമായി സംശയിക്കുന്നത് ഈ ക്വാറി ക്രഷർ മാഫിയകളുടെ സംസ്ഥാന സർക്കാരുമായുള്ള ഇടപെടലുകളാണ് ഈ പുഴമണൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ നിലനിൽക്കുന്ന അനിശ്ചിതത്വം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു നിയമസഭ പാസാക്കി അല്ലെങ്കിൽ നിയമനിർമ്മാണവുമായി കൊണ്ടുവന്ന് തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് അത് ഉടനടി നടപ്പിലാക്കി ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഈ നിർമ്മാണം നടത്താൻ നല്ല രീതിയിലുള്ള മണല് നമുക്ക് ഇപ്പൊ യഥേഷ്ടം കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ പുഴയിൽ അടിഞ്ഞു കിടക്കുകയാണ്. ഇതെടുക്കാതെ ക്വാറി ക്രഷർ മാഫിയയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ, ജില്ലാ സെക്രട്ടറി രാജേഷ്, ട്രഷറർ രാജേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമേശ്, ജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.